ചെമ്പനീർപ്പൂവിലാണെങ്കിൽ രേവതി പണം കണ്ടെത്തുന്നുണ്ടെങ്കിലും ആ പണം ചന്ദ്രമതിയുടെ കുതന്ത്രം മൂലം നഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് രേവതി പൂക്കടയിലേക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോകുന്ന ആ സമയം തന്നെ നമ്മുടെ കള്ളിയുടെ ആൾക്കാർ രേവതിയുടെ കയ്യിൽ നിന്നും 5 ലക്ഷം പിടിച്ച് തറച്ച് കൊണ്ടുപോവുകയും രേവതിയെ മറച്ചിടുകയും ചെയ്യുന്നുണ്ട്. രേവതിക്ക് ചെറിയ രീതിയിൽ പരിക്കൊക്കെ പറ്റുന്നത് കൊണ്ട് തന്നെ രേവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് കാണാൻ സാധിക്കും. കൈക്കും കാലിനും തലയ്ക്കുമൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ രേവതിക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് കാണാം. തുടർന്ന് സച്ചിയെ വിളിച്ച് പറയുകയാണ് രേവതിയുടെ കൂട്ടുകാരെന്നും കാണാം. അങ്ങനെ സച്ചി ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട്. രേവതിയാണെങ്കിൽ തൻ്റെ വിഡ്ഢിത്തരമാണ്, തൻ്റെ പൊട്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ശപിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയാണ് ഞാൻ കൊണ്ട് കളഞ്ഞത്. എല്ലാവരുടെയും അധ്വാനത്തിൻ്റെയും എല്ലാവരുടെയും വിയർപ്പിൻ്റെയും പണമാണ്. ഒരു ഇതുമില്ലാതെ ഞാൻ കൊണ്ട് കളഞ്ഞത് എന്ന് പറയുമ്പോൾ സച്ചി രേവതിയെ സമാധാനിപ്പിക്കാനായിട്ട് പറയുകയാണ്. അതായത് പൈസ പോയെങ്കിൽ പോട്ടെ രേവതി, നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, പിന്നെ എനിക്കാരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സച്ചി രേവതിയെ അടക്കിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ.